62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മിഥുൻ അയ്യപ്പനോട് വിശദാംശങ്ങൾ നൽകുന്നതിനായി മിഥുൻ, കപ്പ് കോഴിക്കോട് തന്നെ തിരികെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണോ? ഇനി എത്ര മത്സരങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട്? എപ്പോഴാണ് സമാപന സമ്മേളനം ആരംഭിക്കുക? കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ഒന്നാം സ്ഥാനത്തിനായി അവസാന ഇനങ്ങൾ കുറച്ചുകൂടി മാത്രമേ പൂർത്തിയാകാനുള്ളൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മത്സരങ്ങൾ പൂർണ്ണമായി പൂർത്തിയാകും. കോഴിക്കോടാണോ കണ്ണൂരാണോ കപ്പ് ഉയർത്തുക എന്നത് സംബന്ധിച്ച് മാത്രമേ ഇനി അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതായുള്ളൂ. നടൻ മമ്മൂട്ടിയാണ് സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേരുക. വലിയ ആവേശത്തിൽ തന്നെയാണ് കൊല്ലം ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 4 ദിവസം കലയുടെ മാമാങ്കമായിരുന്നു കൊല്ലത്ത്. സമാപന ദിവസമായ ഇന്ന് പ്രധാന വേദിയിലെ മത്സരങ്ങളെല്ലാം തന്നെ ഉച്ചയോടുകൂടി തന്നെ അവസാനിച്ചിരുന്നു. 4 മണിയോടുകൂടി സമാപന സമ്മേളനത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചലച്ചിത്ര താരം നടൻ മമ്മൂട്ടിയാണ് മുഖ്യാതിഥിയായി സമാപന സമ്മേളനത്തിലേക്ക് എത്തിച്ചേരുക. കഴിഞ്ഞ വർഷം ജേതാക്കളായിരുന്ന കോഴിക്കോട് ജില്ല ഇത്തവണയും കിരീടം സ്വന്തമാക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് വിനീഷുണ്ട് വിശദാംശങ്ങളുമായി. വിനീഷ്, അവസാന വട്ട മത്സരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി എത്ര ഇനം മത്സരങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട്? 4 മണിയോടുകൂടി തന്നെ സമാപന സമ്മേളനം ആരംഭിക്കുമോ? ഇനി നിലവിലെ സാഹചര്യത്തിൽ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ പോയിന്റ് നിലയിൽ കോഴിക്കോടാണ് മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം തന്നെ തൊട്ടു പിറകിലായിട്ട് കണ്ണൂരുമുണ്ട്. ആര് കപ്പടിക്കും ഇത്തവണ? കോഴിക്കോടുകാരായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്ര ആവേശം. കോഴിക്കോട് തന്നെ കൊണ്ടുപോകും ഇത്തവണയും, ഉറപ്പ്. അപ്പൊ കണ്ണൂരുമായിട്ട് ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ? തിരിച്ചോ 2 പോയിന്റ് വ്യത്യാസമല്ലേ? പ്രോഗ്രാം ഉണ്ടല്ലോ, ഇനി പ്രോഗ്രാം ലാസ്റ്റ് പ്രോഗ്രാം, അപ്പൊ റിസൾട്ട് വരണ്ടേ? അപ്പോൾ ലാസ്റ്റ് പ്രോഗ്രാമിൽ എന്തായിരുന്നാലും കൂടുതൽ പോയിന്റിലേക്ക് എത്തുമെന്നാണ് ഈ കണ്ണൂരിലെ കുറച്ച് ചുണക്കുട്ടികൾ നമ്മോട് പറയുന്നത്. എന്തായിരുന്നാലും ക്ഷമിക്കുക, കോഴിക്കോടിലെ കുട്ടികൾ പറയുന്നത്. അപ്പൊ കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഭയങ്കര ആവേശമാണ്. തെറ്റിയാൽ പോലും എന്നെ വിടില്ലല്ലേ. അപ്പൊ ഗംഭീരമായിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ് കിറ്റ്. ഇതിന് എ ഗ്രേഡ് കിട്ടിയതാണോ? ഇംഗ്ലീഷ് കിറ്റിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ്. ഗംഭീരാക്കി. അപ്പൊ നമ്മൾ ഇപ്പൊ സ്കിറ്റ് ഗംഭീരമാക്കി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമുക്ക് ചെറിയ സമയമുള്ളൂ, പൂർണ്ണമാക്കണ്ട. എന്നാലും ഒരു പെർഫോമൻസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, കം ഓൺ. Strike and spark the revolution. Please be quiet. Let me tell what we're gonna do. Oh God, I'm doomed. Danger, media officer. Look, I'm gonna stand it. To fix this, we can't do this. സംസ്ഥാന സ്കൂൾ കലോത്സവം വർണ്ണാഭമായി പുരോഗമിക്കുകയാണ്. 62ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനമാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. കോഴിക്കോട് തന്നെ ഇത്തവണയും ജേതാക്കളാകുമെന്നുള്ളതാണ് ഏവരും വിലയിരുത്തപ്പെടുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരും കോഴിക്കോടും തമ്മിൽ.